ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൈനാപ്പിൾ കൊണ്ട് 2 റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഒരു ചായ പലഹാരവും ചൂടിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസുമാണ് തയ്യാറാക്കുന്നത്. ജ്യൂസ് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ കസ്കസ് ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി മാറ്റി വെക്കാം. പൈനാപ്പിൾ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ പൈനാപ്പിളാണ്. അത് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ മിക്സി ജാറിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഒരു ഓറഞ്ച് തൊലി കളഞ്ഞ് അതിലുള്ള കുരുവെല്ലാം എടുത്ത് മാറ്റി, കുരു എടുത്ത് കളയണം. ഇതല്ലെങ്കിൽ അടിക്കുന്ന സമയത്ത് കുരു അടിച്ചാൽ കയ്പ്പ് രസം വരും ജ്യൂസിന്. അതുകൊണ്ട് കുരുവെല്ലാം കളഞ്ഞ് ഓറഞ്ച് ഇട്ട് കൊടുത്ത് ഇനി മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്ക് പകരം ഈത്തപ്പഴം ചേർക്കാം. പഞ്ചസാര ചേർക്കാതെ അടിച്ചെടുക്കാം. ചെറിയൊരു മധുരം ഈ പൈനാപ്പിളിനും ഓറഞ്ചിനും ഉണ്ടാവും. മധുരം ഇഷ്ടമുള്ളവർ പഞ്ചസാര ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുക്കുന്ന സമയത്ത് പാല് ചേർക്കണ്ട. അടിച്ചു കഴിഞ്ഞ ശേഷം പാലോ തേങ്ങാപ്പാലോ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുത്ത് അരിച്ചെടുക്കണം. ഇനി ഇത് അടച്ചു വെച്ച് നല്ലപോലെ അടിച്ചെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് അരിച്ചെടുക്കണം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് മാറ്റി വെച്ച കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ പൈനാപ്പിൾ ജ്യൂസ് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള പൈനാപ്പിൾ ജ്യൂസ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് ഒരു പലഹാരം തയ്യാറാക്കാം. പൈനാപ്പിൾ കൊണ്ട് നല്ല രുചിയുള്ള പലഹാരം. അതിനായി പൈനാപ്പിൾ കുറച്ച് നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാകുന്ന സമയത്ത് ഇത് ഓരോന്നായി ഇതിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഇനി ഇത് മൂത്ത് വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കുക. അടിവശം കുറച്ചൊന്നും മൊരിഞ്ഞ് വരുമ്പം മറിച്ച് ഇട്ട് കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കുക, കൂടുതൽ വേണ്ടെങ്കിൽ കുറച്ചാൽ മതി. ഇത് 2 പ്രാവശ്യവും മൂത്ത് വന്നു. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുകളിലായി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ചൂടോടെ കഴിക്കണം. ഇത് തണുത്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഉണ്ടാക്കിയ ഉടനെ തന്നെ കഴിക്കണം ചൂടോടെ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൈനാപ്പിൾ കൊണ്ടുള്ള നല്ലൊരു പലഹാരം റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് സപ്പോർട്ട് ചെയ്യണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പൈനാപ്പിൾ കൊണ്ടുള്ള 2 ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.